ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പുൾമിയ കേക്കുമായിട്ടാണ്. ഇത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടായ റിമാമീസ് കിച്ചണിലെ നുസ്രിൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഞാൻ കുറേ മുമ്പ് തന്നെ ഈ ഒരു ഡെസേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് ഞാനും എൻ്റെ ഫ്രണ്ട് ദ ഡയറി ഓഫ് സിസ്റ്റേഴ്സ് എന്ന ചാനലിലെ ഷാനിബ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കൊളാബറേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടോഫി വെച്ചിട്ട്. അപ്പോൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പുൾമിയപ്പ് ഡെസേർട്ട് ഒരു മിൽക്ക് ഷേക്കിൽ ആ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഇത് ചെയ്ത് നോക്കണമെന്ന്. പക്ഷേ എനിക്കിതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ റിമാമീസ് കിച്ചണിൽ അവർ ചെയ്ത ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനും 2 പേരെ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അവസാനം പറയാം. ഞാൻ ഇവരുടെ എല്ലാവരുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കാണാം. പിന്നെ എനിക്കിതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് ഞാൻ എന്താണെന്ന് അവസാനം പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്പോഞ്ച് കേക്ക് വേണം. ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോഞ്ചാണ് കേട്ടോ. മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനും വേണ്ട, അങ്ങനെയുള്ളൊരു സ്പോഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. ഇനി വേണ്ടത് ചോക്ലേറ്റ് ഗനാഷ വേണം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബട്ടർ സ്കോച്ച് സോസും വേണം. അതും 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ എടുക്കാം. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്കൊക്കെ ഞാൻ കൊടുത്തേക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് തന്നെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ കുറച്ച് ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട് കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തിട്ട് ഐസിങ് ബാഗിലാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ക്രഷ് ചെയ്തെടുത്ത നട്ട്സും പിസ്ത പിന്നെ അതുപോലെ ചോക്ലേറ്റ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. പിന്നെ വേണ്ടത് ഇതുപോലുള്ളൊരു ഷീറ്റാണ്. ഇത് നമുക്ക് ബുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതുപോലുള്ളൊരു ഗ്ലാസ് ഷീറ്റാണ്. ഇങ്ങനെയുള്ള ഷീറ്റ് ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ 2 അറ്റവും കൂടെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്കിത് ചെയ്യുന്ന രീതി നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ലെയർ ചെയ്തിട്ട് അതൊരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഒരു റൗണ്ട് ഷേപ്പിൽ. വലിയ കേക്കാണെങ്കിൽ നമുക്ക് ഒരു ലെയറിൽ തന്നെ 2 പീസൊക്കെ ആക്കി എടുക്കാം കേട്ടോ. നമുക്ക് എത്ര 2 or 3 പീസ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി വന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഒരു കേക്ക് പീസ് വെച്ചിട്ട് അതിലോട്ട് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ക്രീം കുറച്ചൊന്ന് ആക്കി കൊടുക്കുക. അങ്ങനെ നല്ലോണം ഫിനിഷിങ്ങിൽ ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ക്രീം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് മറ്റേ പീസ് വെക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ ക്രീമും ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷയും ലെയറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല തിക്കായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഏത് സ്പോഞ്ച് വേണമെങ്കിലും എടുക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഞാനിവിടെ 3 ലെയറാക്കി എടുത്തിട്ടുണ്ട്. 2 or 3 ലെയറാക്കി എടുക്കാം. അവസാനം ഇതിൻ്റെ മുകളിലോട്ട് ക്രീം ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ ആ ഒരു ഷീറ്റ് വെച്ചിട്ട് ഒരു സെല്ലോ ടാപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുക. ഒരു റൗണ്ട് ഷേപ്പിലാക്കി കൊടുത്തിട്ട് ഫുള്ള് കവറാകുന്ന രീതിയിൽ ആക്കി കൊടുത്തിട്ട് പിന്നെ ആ ഒരു ജോയിൻറ്റിലോട്ട് സെല്ലോ ടാപ്പ് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഷീറ്റ് എടുക്കണമെന്നില്ല കേട്ടോ. വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അതിനേക്കാളും കുറച്ചൊന്ന് മുകളിലോട്ടുള്ള ഷീറ്റ് എടുത്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഇതുപോലുള്ള ഷീറ്റ് ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ 2 അറ്റവും കൂടെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ച് കേക്ക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട്
ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ആ ഒരു കേക്കിൻ്റെ ക്രംസ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് മിക്സിയിലിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് കൈകൊണ്ട് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ. കേക്കിൻ്റെ ക്രംസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ സ്കോച്ച് സോസ് ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് തന്നെ ചോക്ലേറ്റ് ഗനാഷ അതും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബട്ടർ സ്കോച്ച് സോസ് ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുണ്ടത്. ചോക്ലേറ്റ് ഗനാഷ അതിനേക്കാളും കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ക്രഷ് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ്, ചോക്ലേറ്റ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്കിഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി ഇത് പ്ലേറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മളിത് പുൾമി അപ്പ് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എനിക്ക് വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാനത് മുകളിലോട്ട് വലിക്കുമ്പോൾ കുറച്ചൊന്ന് ചരിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും സ്ട്രെയിറ്റായിട്ട് തന്നെ മുകളിലോട്ട് വലിക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ അത് വീഴും. എൻ്റെ കൈയൊന്ന് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞത് കൊണ്ട് ഒരു സൈഡിലോട്ട് മാത്രമാണ് കേട്ടോ അത് വീണത്. ഫുള്ളായിട്ട് വീഴുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു ചോക്ലേറ്റ് ഗനാഷയും ബട്ടർ സ്കോച്ച് സോസും ചോക്ലേറ്റും പിന്നെ നമ്മുടെ കേക്കും വിപ്പിംഗ് ക്രീമും എല്ലാം കൂടെ പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ട്രൈ ചെയ്യാനായിട്ടും. വെറുതെ പറയുന്നല്ല, ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാനും 2 പേരെ ടാഗ് ചെയ്യുന്നുണ്ട്. ഞാൻ ടാഗ് ചെയ്യുന്നുണ്ടത് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മടിയുള്ള 2 പേരെയാണ് കേട്ടോ. ഈ ഒരു ചാലഞ്ച് ഞാൻ അവർക്ക് കൊടുക്കുകയാണ്. പിന്നെ ഇതിനങ്ങനെ ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ച് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. അതുപോലെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനും വേണ്ട. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സ്പോഞ്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അവർ ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ടാഗ് ചെയ്യുന്നത് നമ്മുടെ ഷാസ്.com ഷാദിയ, പിന്നെ നമ്മുടെ രുചി വീട് എന്ന ചാനലിൽ അസ്നിയ. ഇവരെ 2 പേരെയാണ് ഞാൻ ടാഗ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും അവർ ട്രൈ ചെയ്ത് അപ്ലോഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവരുടെ ലിങ്കൊക്കെ എല്ലാ ചാനൽ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.